ചേട്ടാ ഞാനിപ്പോ വരാവേ. അശ്വതി, എന്താ ഞാൻ വിളിച്ചിട്ടെന്താ കേൾക്കാത്ത മട്ടി പോയത്? എനിക്ക് നിങ്ങളുടെ വിളി കേൾക്കണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും താല്പര്യമില്ലാത്തോണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണല്ലോ. അശ്വതി, അശ്വതി കഴിഞ്ഞതൊക്കെ മറക്കണം. മറക്കണമെന്നോ? എന്ത് മറക്കണമെന്ന്? എന്താ ഇത്? എന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഇത് കാണേണ്ടി വന്നല്ലോ ഭഗവാനെ. ചോദിച്ചത് കേട്ടില്ലേ? എന്താ മറക്കേണ്ടതെന്ന്? എന്താ നാവിറങ്ങിപ്പോയോ? അശ്വതി, ഞാൻ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് പറയേ. ആനന്ദ നിലയത്തിലെ സൽപുത്രൻ എനിക്ക് സമ്മാനിച്ചതൊക്കെ നല്ല ഓർമ്മകളാണല്ലോ. ആ ഓർമ്മകൾ മനസ്സിലിട്ടാണ് ഈ ദുരിത ജീവിതം ഇത്രയും നാളും താണ്ടിയത്. ഈശ്വര, ഒന്നും കേൾക്കാനും പറ്റുന്നില്ലല്ലോ. എന്താ അവർക്ക് ഇത്രയധികം സംസാരിക്കാനുള്ളത്? ഇനി അതൊക്കെ എനിക്ക് മറക്കാനൊക്കോ? ഒക്കില്ല. അശ്വതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങോട്ട് ചെന്നാലോ? വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. മനസ്സിനും ശരീരത്തിനും ഏറ്റ മുറിവുകളുടെ വേദനയിൽ ഇന്നും പെടയുകയാണ് ഞാൻ. ദൈവമേ, ഇതിന്റെ ആദ്യഘട്ടം തന്നെയാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും എന്റെ മോളും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. ദയവായി ഇനിയെങ്കിലും ആരും എന്നെ ഒന്ന് ശല്യപ്പെടുത്താൻ വരരുത്, പ്ലീസ്. നേരെ പോക്കോ. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ആ വരവ് കണ്ടാൽ അറിയാം. എന്താ അത്? ചോദിച്ച ഇവളൊന്നും വിട്ടു പറയില്ല. പക്ഷെ അത് കണ്ടെത്തണമല്ലോ. എങ്ങനെ കണ്ടെത്തും? അമൃതേടത്തി, സന്തോഷിക്കാനുള്ള എന്തോ ഒരു വകയുണ്ട്. എന്നാ പിന്നെ അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്തുപറ്റി അമൃതേടത്തി? എന്താ ഈശ്വരേ? അമൃതേടത്തിക്ക് എന്തോ വിഷമമുള്ളതുപോലെ. ഏയ്, ഒന്നുമില്ല. നിനക്ക് വെറുതെ തോന്നുന്നതാ. തോന്നുന്നതൊന്നുമല്ല. മുഖം കണ്ടിട്ട് എന്തോ മനപ്രയാസം ഉള്ളതുപോലെ. ഓ, ചെറിയൊരു തലവേദന ഉണ്ടതാ. തലവേദനയൊന്നും അല്ല. അമൃതയെടുത്തി എന്നിൽ നിന്നും എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എന്നോട് പറ അമൃതയെടുത്തി. നമ്മള് ഏട്ടത്തി അനിയത്തിയല്ലേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനത് പരിഹരിച്ചു തരില്ലേ. എനിക്കൊരു പ്രശ്നമില്ല, ഒന്നും പരിഹരിക്കാനുമില്ല. ഐശ്വര്യക്ക് വെറുതെ തോന്നുന്നതാ. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ? തക്കതായ എന്തോ കാര്യമുണ്ട്. ഇവരെന്നിൽ നിന്നും അത് ഒളിക്കുന്നതാ. എന്നാ പിന്നെ അത് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം.
വിവേക്, അഖിൽ സാറിനോട് ഈ കാര്യം പറയല്ലേ. അഖിൽ സാർ ഇക്കാര്യം അറിഞ്ഞ എന്റെ കൃഷ്ണ, എങ്ങനെ ഞാൻ പിന്നെ സാറിന്റെ മുഖത്ത് നോക്കും? വിവേക് വാക്ക് തന്നതല്ലേ, പറയില്ലായിരിക്കും. പറയാതിരുന്നാ മതിയായിരുന്നു. ശ്യാമേ, എന്താ ഏട്ടത്തി? ഏട്ടത്തി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എന്താ ഏട്ടത്തി, കാര്യം പറയേ. അത് ആദ്യേട്ടൻ ആദ്യേട്ടൻ അത് ഞാൻ എങ്ങനെയാ നിന്നോട് പറയുന്നത്? എന്താണെങ്കിലും ഏട്ടത്തി എന്നോട് പറയേ. ആദ്യേട്ടന് മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ട്. എന്താ ഏട്ടത്തി പറയുന്നേ? ആദ്യേട്ടനോ? അതെ, ആദ്യേട്ടൻ തന്നെ. ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. എന്നോട് പറയാൻ മടിച്ച കാര്യം ശ്യാമയോട് എന്തായാലും പറയും. അത് ഒളിഞ്ഞു നിന്ന് കേൾക്കാം. എന്തൊക്കെയാ അമൃതേട്ടത്തി പറയുന്നത്? വെറുതെ ആദ്യേട്ടനെ തെറ്റിദ്ധരിക്കില്ലേ. ആദ്യേട്ടൻ ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കുന്ന ആളൊന്നുമല്ല. ഇല്ല ശ്യാമേ, ആദ്യേട്ടന് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഇന്ന് സ്കൂളിൽ വെച്ച് ഇതൊക്കെ അമൃതേടത്തിയുടെ ഓരോ തോന്നലുകളാ. ആദ്യേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല. അതല്ല ശ്യാമേ, അവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല. എന്റെ പഴയ ആദ്യേട്ടനെ അല്ല ഞാനിപ്പോ കാണുന്നത്. മറ്റൊരു ആദ്യേട്ടൻ, മറ്റൊരു മുഖമുള്ള, മറ്റൊരു സ്വഭാവമുള്ള ആദ്യേട്ടൻ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കുറപ്പാ ആദ്യേട്ടനും അവളും തമ്മിൽ ഒരു ചെറിയ ബന്ധമല്ല ഉള്ളത്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ ശ്യാമേ? ശ്യാമേ, ശ്യാമേ, എന്താ ഏട്ടത്തി? നീ വേറെ ഏതോ ലോകത്തായിരുന്നല്ലേ? അത് അപ്പോ ഞാനിപ്പോ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? അത് ഞാൻ മറ്റൊരു കാര്യം. നിന്റെ എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ നിന്നവളല്ലേ ശ്യാമേ ഞാൻ. എന്നിട്ടാണോ നീ എന്റെ ഒരു സങ്കടം കേൾക്കാൻ തയ്യാറാകാത്തത്? അയ്യോ ഏട്ടത്തി, സോറി. മാറി നിൽക്ക് ശ്യാമേ. ഏട്ടത്തി, എന്താ നീ കാണിച്ചത്? മറ്റുള്ളവര് സംസാരിക്കുമ്പോ അവരുടെ മുറിയുടെ വാതിൽക്കൽ മറഞ്ഞു നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നോ? അമൃതേടത്തി, നാണം കിട്ടവളെ. ഇക്കണക്കിന് പോയാ നീ ക്യാമറയായി കണ്ടവരുടെ ബെഡ്റൂമിൽ ഒളിച്ചിരിക്കുമല്ലോടി. ദേ വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യും? നീ കാണിച്ച വൃത്തികേടിനെ പറ്റിയാ ഞാൻ ചോദിച്ചത്. മറ്റുള്ളവരുടെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന നിനക്ക് എന്തോ മാനസിക രോഗമുണ്ട്. പോയി ചികിത്സിക്ക്. ദേ നിങ്ങളെ ഞാൻ സഹിക്കാവുന്നതിനപ്പുറം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഇനി നീ എന്റെ നേരെ വന്നാലുണ്ടല്ലോ അടിച്ച് ഞാൻ പല്ല് തെറിപ്പിക്കും. അമൃതേ, എന്താ ഇവിടെ ഒരു ബഹളം? അമ്മതേ, ഇവളെ കൂടെ കൂട്ടി ഇവിടെ എന്തോ അങ്ങ് ചെയ്തേക്കാവുന്ന ലൈസൻസ് ഇവൾക്ക് കൊടുത്താൽ ചിലരൊക്കെ ഇവിടെ ക്ഷമിച്ചെന്ന് വരും. പക്ഷേ ഞാൻ ക്ഷമിക്കില്ല. എന്താ ഐശ്വര്യ, എന്താ ഇതൊക്കെ? ദേ ഇവള് വീണ്ടും ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറിയതിന്റെ പൊട്ടിത്തെറി ഇതൊക്കെ അനുഭവിക്കും. എന്താ ഇവിടെ ഉണ്ടായേ? എനിക്കറിയില്ലമ്മേ. നിനക്കറിയില്ലല്ലേ? നീ ഈ കുടുംബം കത്തിക്കും, നശിച്ചവള്.
ഗായികയുടെ അത്ഭുതകരമായ അരങ്ങേറ്റം. ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന കോടികളുടെ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന പുതിയ ചലച്ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിച്ചിരിക്കുന്ന വിസ്മയയുടെ ഗാനം ഇതിനകം തന്നെ ശ്രോതാക്കളുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ആ പാട്ടിന്റെ ടീസറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പാട്ടിന്റെ ടീച്ചർ അങ്ങ് കയറി കൊളുത്തി മോളെ. നീ ഒരു താരമായിട്ട് മാറി. ഇനി നിന്നെ പിടിച്ചാലൊന്നും കിട്ടില്ല. സന്തോഷം കൊണ്ട് എനിക്ക് വയ്യ മമ്മി. അതോടൊപ്പം നല്ല ടെൻഷനും ഉണ്ട്. ഇനി എന്തിനാ ടെൻഷൻ? ടെൻഷൻ എന്നൊരു വാക്ക് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. എടുക്കെടുക്ക്, വല്ല പ്രൊഡ്യൂസർമാരുമായിരിക്കും. ഹലോ, അതെ വിസ്മയ തന്നെയാണ്. ഓ താങ്ക് യു. അല്ല എല്ലാരും ഇങ്ങനെ വിളിച്ചോണ്ടേ. ഹലോ, അതെ വിസ്മയുടെ മമ്മി തന്നെയാ. ഗാനഭൂഷണം GS അരുന്ധതി. ഫോൺ അറ്റൻഡ് ചെയ്ത് നമ്മൾ മടുക്കുമെന്നാ തോന്നുന്നത്. ആരാധകരുടെയും നിർമ്മാതാക്കളുടെയും അഭിനന്ദനങ്ങൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു മമ്മി. എന്താ വിസ്മയ ഇത്? ആരാധകരുടെ അഭിനന്ദനങ്ങളും സ്തുതി പറച്ചിലും ഒക്കെ കേൾക്കുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലേ? സുഖമുള്ള കാര്യമൊക്കെ തന്നെയാ. അതിലൊക്കെ ഉപരി ദേ ഇപ്പൊ വന്നിരിക്കുന്നത് സിനിമയില് പാട്ട് പാടാനുള്ള പുതിയ ഓഫറുകളാ. എല്ലാ ഓഫറുകളും സ്വീകരിക്കണം. പാടാൻ വരുന്ന ഒരവസരവും വിട്ടുകളയരുത്. ഏത് ചവറുപടത്തിലാണെങ്കിലും ഏത് കൂതറ പാട്ടാണെങ്കിലും കേറി അങ്ങ് പാടണം. പക്ഷേ മമ്മി എന്തായി പറയുന്നേ? എനിക്കതിന് പാടാൻ അറിയോ? ഈ പാട്ടെല്ലാം പാടേണ്ടത് ആ ശ്യാമയല്ലേ? അതെ, ശ്യാമയാണ്. അതിനിപ്പോ എന്താ? അവളെ വെച്ച് പാടിപ്പിച്ച് നമ്മൾ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കും മമ്മി? അതൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും. എങ്ങനെ? അവൾ ഇന്നൊരു ഭാര്യയാണ്. അതും കണ്ട അലവലാതിയുടെ ഭാര്യയൊന്നുമല്ല, ഒരു കോടീശ്വരന്റെ ഭാര്യ. അതിന് അഖിലിന്റെയും ആ ആനന്ദ നിലയത്തിലുള്ള സകലതിന്റെയും കണ്ണു വെട്ടിച്ച അവൾ എനിക്ക് വേണ്ടി പാടാൻ വരുന്നത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് മമ്മി പറയുന്നത് കേട്ടാ ഞാൻ പഠിച്ചത്. ശ്യാമ പാടുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് രഹസ്യം അവര് ആരെങ്കിലും അറിഞ്ഞാലോ? ഒരു മണിയനീച്ച പോലും അറിയാൻ പോകുന്നില്ല. അതിനുള്ള വഴികളെ ഈ അരുന്ധതി കണ്ടെത്തും. എന്ത് വഴികള്? അഖിലും ശ്യാമയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന് അധികം ആയുസുണ്ടെന്നാണോ നീ ഇപ്പോഴും കരുതിയിരിക്കുന്നത്? അഖിലും ശ്യാമയും തമ്മിൽ എന്നേക്കുമായിട്ട് തെറ്റിപ്പിരിയും. തെറ്റിയില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പിരിക്കും. കുതന്ത്രങ്ങൾ മെനയാൻ ഐശ്വര്യയെയും അണക്കര കൊട്ടാരത്തിലെ ജഗന്നാഥനെയും മായയെയും നമ്മൾ നമ്മുടെ ഒപ്പം കൂട്ടും. അഖിൽ ഒരു വേസ്റ്റ് പേപ്പർ പോലെ ചുരുട്ടി പുറത്തേക്കെറിയുന്ന ശ്യാമയെ നമ്മളിങ്ങി ഏറ്റെടുക്കും. അവൾക്ക് അഭയം കൊടുക്കും. എന്നിട്ട് ഇവിടെ താമസിപ്പിക്കും. ഇവിടെ. അല്ല, ഇതൊക്കെ നടക്കുമോ മമ്മി? നടക്കും. അരുന്ധതി നടത്തിയിരിക്കും. ദേ, ആ വിവേകുമായിട്ടുള്ള നിന്റെ കല്യാണം ഇനി അധികം നീട്ടണ്ട. ഈ മാസം അവസാനം അതും നടന്നിരിക്കണം. മോളെ, കാറ്റ് നമുക്ക് അനുകൂലമാ. നീ ഒട്ടും പേടിക്കണ്ട. ഇതൊക്കെ നടക്കും. ദൈവമേ, ആ കാര്യമൊന്നും അഖിൽ സാർ ചോദിക്കാത്തതുകൊണ്ട് വിവേക് അതൊന്നും പറഞ്ഞു കാണില്ല. അങ്ങനെയെങ്കിൽ ഭാഗ്യം. എങ്കിലും നല്ലവരിൽ നല്ലവനായ അഖിൽ സാറിനോട് ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ മടുത്തു. എൻ്റെ കൃഷ്ണ,
അറിഞ്ഞാൽ എന്തായിരിക്കും അഖിൽ സാറിന്റെ പ്രതികരണം? അഖിൽ സാറിനോട് ഈ നുണകളെല്ലാം പറഞ്ഞതിന് എനിക്ക് മാപ്പ് തരണേ കൃഷ്ണ. ശ്യാമേ, എന്താടോ മഴ നനഞ്ഞ കോഴിക്കുഞ്ഞിനെ പോലെ നിൽക്കുന്നേ? എടോ, തനിക്കിപ്പോഴും ടെൻഷനാണല്ലോ. ഇന്നലെ മുതൽ ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നതാ. അല്ല സർ, ടെൻഷന്റെ മീനിങ് എന്താണെന്ന് ആരെങ്കിലും ഇനി എന്നോട് ചോദിച്ചാ ഞാൻ പറയും ശ്യാമയെന്ന്. ശ്യാമേ, താൻ പേടിക്കൊന്നും വേണ്ട. ഇനി തന്നോട് ഞാൻ എവിടെ പോകുന്നെന്നൊന്നും ചോദിക്കില്ല. താൻ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നില്ല എങ്കിൽ അത് എനിക്ക് കൂടി ഗുണമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ തനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. തന്റെ മനസ്സ് എനിക്കറിയാം. അതിൽ നല്ലതല്ലാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലടക്കുന്നതിനും ഒളിപ്പിക്കുന്നതിനും ഒക്കെ എന്തോ ഒരു നന്മയുടെ കണികയുണ്ടാവുമെന്ന് ഉറപ്പായിട്ട് എനിക്കറിയാം. അതെന്തോ ആവട്ടെ. ഞാൻ എന്ത് വിചാരിക്കും, ഞാൻ തന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ സംശയിക്കുന്നുണ്ടോ എന്നൊന്നും താൻ ഒരിക്കലും കരുതരുത്. ശ്യാമേ, ഈ ജന്മത്ത് തന്നെ ഞാൻ സംശയിക്കില്ല. തന്നെ ഞാൻ ഒന്ന് ചെറുതായിട്ട് തെറ്റിദ്ധരിച്ചേനെ. ഒത്തിരി ഞാൻ അനുഭവിച്ചതാ. അതൊക്കെ ഓർക്കുമ്പോ തന്നെ ഞാനിന്ന് ഞെട്ടുക. വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ചെറിയൊരു പ്രവൃത്തി കൊണ്ടോ ഞാൻ തന്നെ വേദനിപ്പിച്ച ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ലടോ. അത്രയ്ക്ക് പരിശുദ്ധിയാത്താൻ ആ നല്ല അച്ഛന്റെയും അമ്മയുടെയും തങ്കപ്പെട്ട മകള എന്റെ ജീവിതത്തിലേക്ക് വന്ന ഭാഗ്യദേവത. ശ്യാമാൻഡി, ടിവി വന്ന ഏതോ ഒരു വിസ്മയാൻഡിയുടെ പാട്ട്. ഏതോ ഒരു വിസ്മയാൻഡിയോ? അതെ, ഏതോ ഒരു വിസ്മയാൻഡി താഴെ പറയുന്ന കേട്ടതാ. ടീസറാ, 1 മിനിറ്റ് ടീസർ. ഈ പാട്ട് ഹിറ്റാവും. നല്ല പാട്ട് അല്ലേ ശ്യാമേ? അതെ. എന്തൊരു സ്വീറ്റ് വോയിസാ. എനിക്ക് പാട്ടെന്ന് പറഞ്ഞ ജീവനാ, അറിയോ? ഈ അനുക്കുട്ടിക്കും അങ്ങനെ തന്നെയാ. ആഹാ, അതെ, ഞാൻ ഈ പാട്ടുകാരുടെ ഭർത്താവായിട്ട് വാഴേണ്ടവനായിരുന്നു. അതൊന്നും വേണ്ട. എളേച്ചൻ എന്നും എന്റെ ശ്യാമാൻഡിയുടെ ഭർത്താവായി ഇരുന്നാ മതി. ആണോ? മതിയോ? മതി. ഈ ശ്യാമാൻഡിയും ഇളയച്ചനും ആരുടേതാ? അത് പിന്നെ പറയാനുണ്ടോ? അനുക്കുട്ടിയുടെ. ശ്യാമേ, ശരി, ബൈ. ബൈ. അഖിലേ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ എന്റെ ഓഫീസിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് പോവാ. എടാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള വിഷയം തികച്ചും പേഴ്സണലാ. അത് ഓഫീസിലിരുന്നോ വീട്ടിലിരുന്നോ സംസാരിക്കാൻ പറ്റില്ല. എന്നിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യും, നമ്മുടെ സ്ഥിരം ഏരിയയില്ലേ, നീ അങ്ങോട്ട് വാ. ഓക്കെടാ.